പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു. ഇനി വരാൻ പോകുന്ന ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകൾക്ക് മുൻപായി വിദ്യാർത്ഥികൾക്ക് അവസാനമായി ഓപ്ഷനിൽ മാറ്റം വരുത്താനുള്ള അവസരം 17/6/2023 വൈകുന്നേരം 3 മണി വരെ മാത്രമാണ്. ഓപ്ഷൻ എഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ലൈവ് ഡെമോ വീഡിയോ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു വീഡിയോ വഴി വിശദീകരിക്കുന്നത്. ഒന്നാമതായി, ഏത് ഇൻഡെക്സ് വരെയുള്ളവർക്കാണ് ഓരോ കോളേജിലും അലോട്ട്മെൻറ്റ് ലഭിച്ചത്, ഇത് അറിയാനുള്ള വഴിയുണ്ടോ, അതാണ് ഒന്നാമത് ഇവിടെ വിശദീകരിക്കുന്നത്. പിന്നെ അലോട്ട്മെൻറ്റ് ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യം, അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യവും ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഏത് ഇൻഡെക്സ് വരെയുള്ളവർക്കാണ് ഓരോ കോളേജിലും അവസാനമായിട്ട് അലോട്ട്മെൻറ്റ് ഓരോ വിഭാഗത്തിലും നൽകിയിട്ടുള്ളത് എന്ന ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയുള്ള ലിങ്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടില്ല. ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സാധിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതിനനുസരിച്ച് ഓപ്ഷനിൽ മാറ്റം വരുത്തി അഡ്മിഷനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഇൻഡെക്സ് എത്രയാണ് എന്നുള്ള കാര്യം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്നാൽ ഇതറിയാനുള്ള ചെറിയൊരു വഴിയുണ്ട്. അല്പം ശ്രമകരമായിട്ടുള്ള അല്പം പ്രയാസമുള്ള ഒരു വഴിയാണ്. എന്നാൽ അതുവഴി നിങ്ങൾക്ക് ഇൻഡെക്സ് അറിയാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ മുകളിലായിട്ട് കോളേജസ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന എല്ലാ കോളേജുകളും ലിസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാകും. ഗവൺമെൻറ് കോളേജ് ഏതാണ്, എയ്ഡഡ് കോളേജ് ഏതാണ്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ഏതാണ്, അതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ടാകും. മൊത്തം ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അതിൽ നിങ്ങൾ അഡ്മിഷനായിട്ട് ഓപ്ഷൻ നൽകിയിട്ടുള്ള കോളേജുകൾ ഉണ്ടാകും. ആ ഒരു കോളേജിൻ്റെ നെയിമിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ആ കോളേജിലുള്ള കോഴ്സുകൾ ഏതൊക്കെ എന്നുള്ളത് ഒരു ചെറിയൊരു പോപ്പപ്പ് വിൻഡോയിൽ ഇതുപോലെ കാണിക്കുന്നതാണ്. ഈ ഒരു വിൻഡോയിൽ ഏറ്റവും താഴെയായി മോർ ഡീറ്റെയിൽസ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ ഏറ്റവും താഴെ വലതുവശത്തായിട്ട് നോഡൽ ഓഫീസർ എന്നൊരു ഹെഡിൽ അവിടെ അഡ്മിഷൻ ചാർജുള്ള അധ്യാപകൻ്റെ പേരും കൂടാതെ അയാളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്ന മൊബൈൽ നമ്പറും അതുപോലെ തന്നെ കോളേജിൻ്റെ ലാൻഡ് ഫോൺ നമ്പറും നൽകിയതായിട്ട് കാണാം. നോഡൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ കോളേജിൽ അഡ്മിഷൻ്റെ ചാർജുള്ള ടീച്ചറാണ്. അവരുടെ കൈവശം യൂണിവേഴ്സിറ്റി സെൻഡ് ചെയ്ത് നൽകിയിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ്, ആ ഒരു കോളേജിൽ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ച മൊത്തം വിദ്യാർത്ഥികളുടെ ലിസ്റ്റും അവരുടെ ഇൻഡെക്സ് ഡീറ്റെയിൽസുകളും എല്ലാം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഫോൺ വഴി ബന്ധപ്പെടുകയാണ് എങ്കിൽ അവരിൽ നിന്ന് ഓരോ വിഭാഗത്തിലും അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഭാഗത്തിൽ ഏത് ഇൻഡെക്സ് വരെയുള്ളവർക്കാണ് അവസാനം ഒരു കോഴ്സിൽ അലോട്ട്മെൻറ്റ് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഫോൺ വഴി പൊതുവെ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുള്ള കോളേജുകളിൽ അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ ഇനി ആഗ്രഹിക്കുന്ന കോളേജുകളിൽ ചില കോഴ്സുകളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകളിൽ എത്ര ഇൻഡെക്സ് വരെയുള്ളവർക്കാണ് ഇങ്ങനെ ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കി ഓപ്ഷനിൽ ആവശ്യമായിട്ടുള്ള അത് പ്രകാരം മാറ്റങ്ങൾ വരുത്തുകയാണ് എങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുന്നതായിരിക്കും. ഇനി പലരും ചോദിക്കുന്ന കാര്യമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് വന്നോ എന്നുള്ളത്. യൂണിവേഴ്സിറ്റി അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് അഡ്മിഷൻ എന്നാണ് ആരംഭിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസുകളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. അതുപോലെ തന്നെ ക്ലാസ് എന്ന് ആരംഭിക്കും എന്നതും ലഭ്യമായിട്ടില്ല. ലഭ്യമായാൽ ഉടൻ തന്നെ ചാനൽ വഴി നിങ്ങൾക്ക് അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 17/6/2024 വൈകുന്നേരം 3 മണി വരെയാണ്, അതായത് തിങ്കളാഴ്ച. അതിനുശേഷം 1-2 ദിവസങ്ങൾക്കകം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും എന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. ഇനി എത്ര അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകും? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2 അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റുമാണ് എല്ലാ വിദ്യാർത്ഥികൾക്കുമായിട്ട് വരിക. പിന്നീട് SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുന്നതായിരിക്കും. അതിനുശേഷം സ്പോട്ട് അഡ്മിഷൻ അല്ലെങ്കിൽ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് അഡ്മിഷനാണ്. അതായത് ഓരോ കോളേജിലും ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളെ മാത്രം പരിഗണിച്ച് ആ കോളേജുകളുടെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിനിൽ നൽകുന്നതായിരിക്കും. കൂടാതെ ഓരോ കോളേജുകാർക്കും യൂണിവേഴ്സിറ്റി ഓരോ കോളേജിലേക്കും ഓപ്ഷൻ നൽകിയവരുടെ ഇൻഡെക്സ് പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ്, വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റും ലഭ്യമാക്കുന്നതായിരിക്കും. 2 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞാൽ പിന്നീട് അഡ്മിഷൻ നടത്തപ്പെടുക ആ ഒരു വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് മുന്നിലാണ് എങ്കിൽ നിങ്ങൾക്ക് കോളേജുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. കൂടാതെ കോളേജുകാരും നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും. ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ, അഡ്മിഷന് താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അടുത്ത വിദ്യാർത്ഥിക്ക് കോൾ പോകുന്നതായിരിക്കും.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള വലിയൊരു സാധ്യതയായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട ഒന്നാണ് ഈ ഒരു വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് അഡ്മിഷൻ. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും ലഭിക്കുമോ, അത് ഉറപ്പാണോ എന്നുള്ള കാര്യം. ഒരു 90% വിദ്യാർത്ഥികൾക്കും അങ്ങനെ തന്നെ വരുന്നതായിരിക്കും. പക്ഷേ കുറഞ്ഞ ഒരു വിഭാഗത്തിന്, ഒരു 10%-എങ്കിലും ട്രയൽ ലഭിച്ചവർക്ക് ഫസ്റ്റ് ലഭിക്കാതെ പോകാനും ട്രയൽ ലഭിക്കാത്തവർക്ക് ഫസ്റ്റ് ലഭിക്കാനും സാധ്യതയുണ്ട്. കാരണം നിരവധി വിദ്യാർത്ഥികൾ ഓപ്ഷനിൽ ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറ്റം വരുന്നത് കൊണ്ടാണ് ട്രയൽ ലഭിച്ചവ ചിലർക്കെങ്കിലും ഫസ്റ്റ് ലഭിക്കാതെ പോകുന്നതും അതുപോലെ തന്നെ ട്രയൽ ലഭിക്കാത്ത ചിലർക്ക് ഫസ്റ്റ് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതും. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.